നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകും. മാനസിക പീഡനമാണോ മരണത്തിന് കാരണമെന്ന് പരിശോധിക്കുകയും ചെയ്യും. സുനിഷ അയ്യൂർ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ സമീപനം എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെയും വിലയിരുത്തൽ. ഇപ്പോൾ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ പണിപ്പുരയിലാണ്, അല്ലേ? അതെ സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഈ അമ്മുവിന്റെ മരണത്തിന് പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രി ആരോഗ്യ സർവകലാശാലയോട് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് നൽകാൻ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് VC ഉൾപ്പെടുന്ന 4 അംഗ അന്വേഷണ സമിതി രൂപീകരിക്കുകയും ഒപ്പം തന്നെ ഈ അന്വേഷണം സമാന്തരമായി തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് സമാന്തരമായി തന്നെ ഈ സർവകലാശാലയുടെ രീതിയിൽ അന്വേഷണം തുടരുകയും ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റുഡന്റ് അഫയേഴ്സ് ഡീനായിട്ടുള്ള BB ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ VC അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. അമ്മുവിന്റെ വീട്ടിലെത്തി ഈ കുടുംബാംഗങ്ങളോട്, രക്ഷിതാക്കളോട് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. പ്രധാനമായും കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത് പോലെ അവർക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ തന്നെയും അവർ സർവകലാശാലയോടും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ സഹപാഠികളിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിലടക്കം കൃത്യമായ ഒരു പരിശോധന നടത്തുക എന്നത് തന്നെയാണ് സർവകലാശാല ചെയ്യുന്നത്, ഈ അന്വേഷണ സമിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ കോളേജിലെത്തി വിദ്യാർത്ഥികളുടേതടക്കമുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ കുടുംബം ആരോപിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ളവർ, അതായത് മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഇപ്പോഴും ഭയമുണ്ട്, പേടിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടാതെ പറയാനായി ഈ സർവകലാശാല അന്വേഷണ സമിതി ഒരു ബോക്സ് അത് കോളേജിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായി പേര് അടയാളപ്പെടുത്താതെ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ, അവർക്ക് ഈ അന്വേഷണ സമിതിയോട് അറിയിക്കേണ്ട കാര്യങ്ങൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ബോക്സിൽ നിക്ഷേപിക്കാം എന്നുള്ളതാണ് ഈ സർവകലാശാല അന്വേഷണ സമിതി അറിയിച്ചിരിക്കുന്നത്. അതിന്റെ പ്രകാരം ചില കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സമിതി കൈക്കൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലീസുകാർ ഈ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിരുന്നു. ഈ പറഞ്ഞതുപോലെ വാർഡൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കോളേജിൽ നിന്ന് ഈ ഹോസ്റ്റലിലേക്ക് എത്തിയ ഉടൻ തന്നെ അമ്മു മുകളിലേക്ക് കയറിയിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിഷയം, അമ്മുവിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും അന്വേഷണ സമിതിയുടെ പരിധിയിൽ വരുന്നുണ്ട് എന്നതാണ്. അതും ഏതായാലും പരിശോധിച്ചിട്ടുണ്ട്. അധ്യാപകരിൽ നിന്നും ഹോസ്റ്റൽ വാർഡിൽ നിന്നും അടക്കം ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഇനിയും കുറച്ചു കാര്യങ്ങൾ കൂടി ലഭ്യമാക്കാനുണ്ട് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ പ്രകാരം ഒരാഴ്ചക്കകം തന്നെ VCക്ക് ഈ റിപ്പോർട്ട് കൈമാറുമെന്നതാണ്. അതിനുശേഷമായിരിക്കും ആരോഗ്യമന്ത്രിക്കും ഈ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ അറിയിക്കുക. ഈ ഗൗരവമുള്ള ഈ വിവരങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിനു ശേഷം ഏതൊക്കെ നടപടികളിലേക്ക്, എങ്ങനെയാണ് ഇതിൽ നടപടി എടുക്കേണ്ടത് എന്ന കാര്യം കൂടി പരിശോധിക്കുമെന്നതാണ് സർവകലാശാല അറിയിച്ചിരിക്കുന്നത്. കുടുംബം പറഞ്ഞതുപോലെ തന്നെ നിലവിൽ സർവകലാശാലയുടെ അന്വേഷണത്തിൽ ഏതായാലും തൃപ്തരാണ് എന്നത് തന്നെയാണ് കുടുംബം അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ VC അടക്കമുള്ളവർ വീട്ടിലേക്ക് എത്തിയിരുന്നു, കുടുംബവുമായി എത്തുന്നു. സുനിഷ, ഇതിൽ ഈ കേസിൽ എല്ലാവരുടെയും പ്രതികരണങ്ങളോടെ നമുക്ക് ഈ ഘട്ടങ്ങളിൽ കടന്നു പോകാനായി. കോളേജിന്റെ പ്രിൻസിപ്പൽ, അധ്യാപിക, ഹോസ്റ്റൽ വാർഡൻ, ദൃക്സാക്ഷി അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിയത്. അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുമ്പോൾ അമ്മുവിന്റെ കുടുംബത്തോടൊപ്പമുണ്ട് റിപ്പോർട്ടർ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്.